പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡിസംബർ 29-ന് ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ചും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഒരുപക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള അനുവാദം ചോദിക്കുന്നതിനാണ് ഡിസംബർ 29-ന് ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ഡേവിഡ് ബാർണിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒരു നിഗമനം ഈ കൂടിക്കാഴ്ച ഒരുപക്ഷേ തുർക്കി ഗസയിൽ സമാധാന ദൂതുമായി അന്താരാഷ്ട്ര സമാധാന സേനയുടെ അംഗമായി എത്തുന്നതിൽ ഇസ്രായേലിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് വാർത്തകളിൽ കാണുന്നത് ഒരുപക്ഷേ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം, അതിനുള്ള അനുവാദം ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വാങ്ങുന്നതിനാണ് ഈ കൂടിക്കാഴ്ച എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇറാന്റെ പുതിയ നടപടികൾ ഇസ്രായേലിനെ ഭയചകിതരാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ അവരുടെ മിസൈൽ വ്യാപനം കൂട്ടുകയാണ്. അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാസം 350 മുതൽ 450 വരെ മിസൈലുകൾ അധികമായി ഇറാൻ നിർമ്മിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. മാത്രമല്ല ഇറാൻ അന്താരാഷ്ട്ര ആണവായുധ സമിതിയുമായിട്ടുള്ള കരാർ അതിൻ്റെ കാലപരിധി കഴിഞ്ഞതിനെ തുടർന്ന് ആ നിയമപരിധി തങ്ങൾക്കിനി ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ യുറേനിയം സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല ചൈന ഇറാൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിന് നൽകുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാമുഖ്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാൻ്റെ ഇത്തരം ആണവായുധ വിവരങ്ങളെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ഇസ്രായേലി ഗവൺമെൻറ്റിന് നൽകി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരികയാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ആ മേഖലയിൽ വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ ഒരു ആണവായുധ രാജ്യമായാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകും എന്ന് ഇറാൻ കരുതുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസി ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും കൈകളിൽ ഇറാൻ്റെ കൂടുതൽ അത്യന്താധുനികമായ ദൂരപരിധിയുള്ള മിസൈലുകളും അതുപോലെ ഡ്രോണുകളും എത്തിയിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി നൽകുന്നുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ഭയചകിതരാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയും ഇറാൻ അവരുടെ ഇത്തരം നടപടികൾ തുടർന്നു പോയാൽ വരും കാലങ്ങളിൽ തങ്ങൾക്ക് ഭീഷണി ആകും എന്നൊരു നിഗമനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന ചില റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല. അതാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിനുള്ള അനുവാദം ചോദിച്ചതെന്നും അദ്ദേഹം അത് നൽകിയതിനെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ ബോധിപ്പിക്കുമെന്നും അതിനുശേഷം ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാനുള്ള നടപടികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോയേക്കാം എന്നുള്ള നിഗമനങ്ങളാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് ഏറ്റവും പരമപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ഇറാൻ്റെ സഹായത്തോടു കൂടി ഇറാൻ്റെ പ്രോക്സികൾ പ്രത്യേകിച്ചും ഹിസ്ബുള്ള അവരുടെ ശക്തി വീണ്ടും സമാഹരിക്കുന്നതിനുള്ള സംഘടനയെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ ഇസ്രായേലി അതിർത്തിയിൽ തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്രായേലിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ലബനീസ് കരാർ പ്രകാരം ഈ മാസത്തോടുകൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഹിസ്ബുള്ള തള്ളിക്കളയുകയാണ്. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നത് തങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം ആണ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നു. ഹമാസും ആ മേഖലയിൽ തങ്ങളുടെ ആയുധ ശേഖരങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഹമാസിൻ്റെ വാദഗതി എന്ന് പറയുന്നത് ഫലസ്തീൻ പൂർണ്ണ സ്വതന്ത്ര രാജ്യമാകുന്നതുവരെ തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്നാണ്. അപ്പോൾ രണ്ട് പ്രോക്സികൾക്കും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ആയുധവും സാങ്കേതിക വിദ്യകളും പകർന്നു ലഭിക്കുന്നു എന്ന വസ്തുത ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിന് അത്തരം റിപ്പോർട്ടുകൾ അവരുടെ ചാര ഏജൻസികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇറാൻ കൂടുതൽ അത്യന്താധുനികമായ ദൂരപരിധിയുള്ള ഡ്രോണുകളും അതുപോലെ മിസൈലുകളും ഈ രണ്ട് സംഘടനകൾക്കും തങ്ങളുടെ പ്രോക്സികൾക്ക് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹമാസിനും നൽകി എന്ന വിലയിരുത്തലുകളും ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ
നടപടികളിലേക്ക് നയിക്കുന്നു എന്ന വലിയ നിഗമനം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.